അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറുകൾ കൊണ്ട് മഹാന്മാരായ സ്വഹാബത്തിനോട് ബറക്കത്തെടുക്കാൻ നിർദ്ദേശിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത പ്രവാചകരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൻ്റെ രണ്ട് ഭാഗങ്ങളിലായി കിതാബുൽ മഗാസിയിലും കിതാബുൽ വുളൂഇലും കൊണ്ടുവന്ന ഒരു ഹദീസ് നമുക്ക് പരിചയപ്പെടാം. മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നു, കുൻതു ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുണ്ടായിരുന്നു. മുത്തുനബി തങ്ങൾ വഹുവ നാസിലും ബിൽ ജഅറാനത്തി ബൈന മക്കത്ത വൽ മദീനത്തി, മദീനക്കും മക്കയ്ക്കും ഇടയിലുള്ള ജഅറാന എന്ന സ്ഥലത്തായിരുന്നു ആ സമയത്ത്. വമഅഹു ബിലാലുൻ, കൂടെ ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ട്. ആ സമയത്ത് ഒരു അഅറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു, അലാ തുൻജിസു ലീമാ വഅദ്തനി, എന്നോട് വാഗ്ദാനം ചെയ്തത് താങ്കൾ പൂർത്തീകരിക്കുന്നില്ലയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരൽപ്പം രോഷാകുലനായി ഈ അഅറാബി ചോദിക്കുകയാണ്. അപ്പോൾ നബി തങ്ങൾ അയാളോട് മറുപടി പറഞ്ഞു, അബ്ശിർ, താങ്കൾ സന്തോഷിക്കൂ എന്ന് പറഞ്ഞു. പക്ഷേ അയാൾ വീണ്ടും രോഷാകുലനായി പ്രതികരിക്കുകയാണ്, കത് അക്സർത അലയ്യ മിൻ അബ്ശിർ, കുറേ കാലമായല്ലോ ഈ അബ്ശിർ എന്ന വാക്ക് പറയൽ തുടങ്ങിയിട്ട് എന്ന് ചോദിച്ചു. ഇത് കേട്ടുകൊണ്ട് മഹാന്മാരായ അബൂ മൂസ റളിയല്ലാഹു അൻഹുവും ബിലാൽ റളിയല്ലാഹു അൻഹു ഒക്കെ കൂടെയുണ്ട്. രണ്ടുപേരും ചെറിയ ദേഷ്യമൊക്കെ വന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് മറുപടി പറയുകയാണ്, റദ്ദൽ ബുഷ്റ, ഈ മനുഷ്യന് ഞാൻ നൽകാമെന്ന് പറഞ്ഞ സന്തോഷം അയാൾ അതിനെ തിരിച്ചു തരികയാണ്, അയാൾ അതിനെ തട്ടിക്കളയുകയാണ്. ഫഅഖ്ബല അൻതുമ, നിങ്ങൾ രണ്ടുപേരും ഇത് സ്വീകരിച്ചോളൂ എന്ന് മഹാന്മാരായ സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിക്കുകയാണ്. ഇവർ രണ്ടുപേരും ഉടനെ തന്നെ പറഞ്ഞു, ഖബിൽന നബിയെ, ഞങ്ങളത് സ്വീകരിക്കാം എന്ന് മഹാന്മാരായ സ്വഹാബത്ത് പ്രതികരിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ഒരു പാത്രം വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഫഗസല യദൈഹി വവജ്ഹഹു ഫീഹി, നബി തങ്ങൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട മുഖവും കൈകളുമെല്ലാം ആ പാത്രത്തിലേക്ക് കഴുകി. വമജ്ജ ഫീഹി, ആ പാത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീര് കലർത്തിക്കൊണ്ട് അതിലേക്ക് തുപ്പി. സുമകാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ഇഷ്റബാ മിൻഹു, നിങ്ങൾ രണ്ടുപേരും ഇതിലൊന്ന് കുടിച്ചുകൊള്ളുക. വ അഫ്രിഗ അലാ വുജൂഹിക്കുമാ വ നുഹൂരിക്കുമാ, നിങ്ങളുടെ മാറിടങ്ങളിലും നിങ്ങളുടെ മുഖങ്ങളിലുമെല്ലാം അത് പുരട്ടുക. വ അബ്ശിറ, നിങ്ങൾ രണ്ടുപേരും സന്തോഷിച്ചു കൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് നിർദ്ദേശിക്കുന്നു. ഫഅഖദ അൽ ഖദഹ, അവർ രണ്ടുപേരും ആ പാത്രം എടുക്കുകയും ഫഫഅല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചത് പ്രകാരം ചെയ്തു. ഫനാദത്തു ഉമ്മു സലമത്ത മിൻ വറാഇ സിത്ർ, കൂടെ യാത്രികയായി ഉണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നി ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ പ്രധാനിയായ ഉമ്മു സലമ ബീവി മറക്ക് പിറകിൽ നിന്ന് അവരോട് പറഞ്ഞു, അൻ അഫ്ളുലാലി ഉമ്മിക്കുമ, നിങ്ങളുടെ ഉമ്മയ്ക്ക് അതിൽ നിന്ന് കുറച്ച് മിച്ചം വെക്കണേ എന്ന് മഹാന്മാരായ സ്വഹാബത്തിനോട് ആവശ്യപ്പെടുന്നു. ഫഅഫ്ളല ലഹാ മിൻഹു ത്വായിഫതൻ, അതിൽ നിന്ന് കുറച്ചു ഭാഗം മഹദിയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹക്ക് അവർ ബാക്കി വെക്കുകയും ചെയ്തു. ഈ ഹദീസിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ സ്പർശിച്ച, അവിടുത്തെ കയ്യും മുഖവും കഴുകിയ, അവിടുത്തെ ഉമിനീര് കലർത്തിയ വെള്ളം കൊണ്ട് മഹാന്മാരായ സ്വഹാബത്തിനോട് ബറക്കത്തെടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നു. മഹാന്മാരായ സ്വഹാബത്ത് അത് ആഗ്രഹിക്കുകയും അവരതിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയും ചെയ്യുന്ന സംഭവമാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഹാന്മാരായ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറുകളോട് കാണിച്ച സ്നേഹവും ആദരവും ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ പറയുന്നുണ്ട്, വൽ ഗറളു ബിദാലിക ഈജാദുൽ ബറക്കത്തി ബിരീഖിൽ മുബാറക്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട ഉമിനീര് കൊണ്ട് ബറക്കത്തെടുക്കണം എന്നതാണ് ഇതിനെയെല്ലാം പ്രേരിപ്പിക്കുന്ന ഘടകം
എന്ന് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു വ്യക്തമാക്കുന്നുണ്ട്, മഹാന്മാരായ സ്വഹാബത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമിനീരും അവിടുത്തെ വുളു എടുത്ത വെള്ളവും അവിടുത്തെ കൈയും കാലും അവിടുത്തെ ശരീരത്തിൽ സ്പർശിച്ച മുത്തുനബിയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനോടെല്ലാം വലിയ ആദരവും ബഹുമാനവും നൽകിയവരായിരുന്നു എന്ന് ഈ സംഭവങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ബോധ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി തങ്ങളെ കൊണ്ട് രക്ഷപ്പെടുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.